कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमाह्निकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमाह्निकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु मातः समस्त जगतां मधुकैटभारेः वक्षो विहारिणि मनोहर दिव्यमूर्ते श्रीस्वामि निःश्रित जनप्रियदानशीले श्रीवेङ्कटेश दयिते तव सुप्रभातम्. ആദ്യം ഉമ്മൻ വൈദ്യനെ പരിചയപ്പെടാം. സ്വന്തം കുടുംബത്തിന്റെ ചികിത്സ മറ്റേതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ നടത്തുന്ന ഡോക്ടർമാരെ പോലെയല്ല ഈ വൈദ്യൻ. സ്വന്തം വൈദ്യശാലയിലാണ് ഇദ്ദേഹത്തിന്റെയും ചികിത്സ. കയറിൽ പിടിമുറുക്കി വലതുകാൽ ഉയർത്തി ഇടതുകാലിൽ ഊന്നി വലതുകാലെടുത്ത് പുറത്തമർത്തി വലതുകാൽ പെരുവിരലിലൂന്നി കശേരുക്കളെ തഴുകിയാവോ. സരിത വൈദ്യശാലയിലെ വൻ തിരക്ക് കേട്ടറിഞ്ഞ് മുതലെടുക്കാൻ വേണ്ടി ഉഴവൂരിൽ നിന്ന് വ്യാജ വൈദ്യന്മാരും അതിനിടയിൽ രംഗത്തെത്തി. காட்டிலே விளையாடி நடந்த மயிலை வலையில்லாம பிடித்து தீனும் தினையும் கொடுத்து நீரும் நெருப்பும் கொடுத்து பாச நேசம் கொடுத்து ஊரறியாம உலகறியாம அன்புக்கு பின்பு அன்பு படாம கண்டம் துண்டமா வெட்டி களத்தின போட்டு வாட்டிருந்தாக்கும் இது சுத்தமான மயிலெண்ணெய். இதில் மாயமில்லை, மந்திரமில்லை, கள்ளமில்லை. சர்க்கஸுகாரனுக்கும் அபியாசிகளுக்கும் மிகவும் தேவை. உங்க உடம்பில் எலும்புகள் பிளாஸ்டிக் மாதிரி வளைவதற்கு சுத்தமான மயிலெண்ணெய் தேவை. மயிலெண்ணெய், இது மயிலெண்ணெய். முருகாவும் மயிலை கொண்டு விட்டா காண்டவா. രോഗികൾക്ക് കൂട്ടിരിക്കാൻ വന്നവർ ഉഴവൂർ വൈദ്യനെ കേട്ടു നിന്നെങ്കിലും ചികിത്സയ്ക്കെത്തിയവരെല്ലാം വൈദ്യരുടെ നിർദ്ദേശപ്രകാരം മരുന്ന് ചോറ് കഴിച്ച് വയറു നിറച്ചു. നഗരാതി എണ്ണയുണ്ട്, സഹചരാതി കുഴമ്പുണ്ട്. നഗരാതി എണ്ണയുണ്ട്, സഹചരാതി ഉണ്ട്. പടവലാതി ലേഹ്യമുണ്ട്. വേണ്ടി വന്നാൽ അലവലാതി നെയ്യും തീർത്ത്. നഗരാതി എണ്ണയുണ്ട്, സഹചരാതി കുഴമ്പുണ്ട്. പടവലാതി ലേഹ്യമുണ്ട്. വേണ്ടി വന്നാൽ അലവലാതി നെയ്യുമുണ്ടിട്ട്. വൈദ്യൻ വിചാരിച്ചിട്ടും രാവിലത്തെ മരുന്ന് കഴിക്കാതെ അലറിക്കരഞ്ഞ അപ്പുക്കുട്ടനെ ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള മരുന്ന് കഴിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു പിന്നീട്. അതിന് വൈദ്യൻ ഏർപ്പെടുത്തിയതാകട്ടെ മറ്റൊരു മുതിർന്ന രോഗിയെ തന്നെ. ഈ മിഠായി കഴിച്ചോളൂ. പകുതി കഴിച്ചാ മതി കേട്ടോ, ബാക്കി പകുതി പിന്നെ കഴിക്കാം. മരുന്ന് മിഠായി എന്ന് പറഞ്ഞു വന്നിരിക്കാം പോങ്ങൻ. നോക്കണ്ട ഇയാളാ. ഈ ഗുളിക കഴിക്കൂ. കഴിക്കില്ല. ഈ ഗുളിക ഇങ്ങനെ നാവിൽ വെക്കുക. എന്നിട്ട് മിടുക്കൻ. രോഗിക്ക് മരുന്ന് കൊടുക്കാൻ എന്തെല്ലാം ടെക്നിക്കലാണ് കർത്താവ്. വ്യാജ വൈദ്യന്മാർ പിന്നെയും പിന്നെയും എത്തിക്കൊണ്ടിരുന്നു. കേരളത്തിലെ മരുന്ന് വിൽപ്പന പച്ച പിടിക്കാതെ ഡൽഹിയിൽ കച്ചവടം കൊഴുപ്പിക്കാൻ പോയി പിച്ചയെടുത്ത ചന്ദ്രചൂഡൻ വൈദ്യനാണ് പുതിയ മരുന്നുകൂട്ടുമായി പിന്നീട് എത്തിയത്. ഫോട്ടോഗ്രാഫർമാർ വരുന്നതുവരെ മരുന്ന് കച്ചവടം തുടരണമെന്ന് പറഞ്ഞ ശിഷ്യനെ ശകാരിക്കാനും ഈ വൈദ്യൻ മടിക്കുന്നില്ല. മാതളത്തൊളി, ജാതിത്തൊളി, ഉണക്കണള്ളിക്ക, താണിക്ക, കണവണാക്ക്, എടംപുറി, വളംപുറി, കടുക്ക, രക്തസന്തനം ഇവയെല്ലാം കൂടി സമം സമം ചേർത്ത് മഷി പോലരച്ച് വെറ്റില നീരിൽ ചാലിച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കാച്ചി ദേഹം മുഴുവൻ പുരട്ടി ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ
വാദത്തിന്റെ കളപ്പ്, വാദത്തിന്റെ പെരുപ്പ്, വാദത്തിന്റെ ചുളിപ്പ്, വാദത്തിന്റെ വെടിപ്പ് ഇവയെല്ലാം നിശേഷം മാറിക്കിട്ടും. കൂടാതെ തൊണ്ടവേദന, മണ്ടവേദന, മൂക്കുവേദന, നാഡീ തളർച്ച ഇവയ്ക്കെല്ലാം കൂടി ഒരു സിദ്ധൌഷധമാണ്. അവരവിടെ നിൽക്കട്ടെ, നമുക്കെന്ത് എന്തൊരപ്പി, നമുക്ക് എന്ത് കാര്യം, ഞാൻ സംസാരിക്കട്ടെ. കോയമ്പത്തൂർ ആടിയമണി കമ്പനിയുടെ പരസ്യാർത്ഥം ഇവയെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയി തരുന്നതാണ്. ഈ സൗജന്യ വിൽപ്പന 1 മണിക്കൂർ നേരത്തേക്ക് മാത്രം. മുട്ടയും പാലും അമിതമായി കഴിച്ച് കുംഭവീർത്ത മുട്ടമന്ത്രിക്ക് ചെണ്ടമേളം തെറാപ്പിയായിരുന്നു ചികിത്സാവിധി. എന്നാൽ രോഗി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചില സൂത്രങ്ങൾ ഒപ്പിച്ചതിനാൽ ഇപ്പോഴും ഒന്നും ഭേദമായ മട്ടില്ല. അതിനിടയിൽ RMP നേതാവ് TP ചന്ദ്രശേഖരന്റെ കൊലപാതക വാർത്ത കേട്ട് രാജ്യം മുഴുവൻ ഞെട്ടിയിട്ടും സ്വൽപ്പം പോലും ഞെട്ടൽ അനുഭവപ്പെടാത്ത ഒരാൾക്ക് ഉമ്മൻ വൈദ്യന്റെ ചികിത്സയിൽ ഞെട്ടൽ എന്ന വികാരം തിരിച്ചു കിട്ടി. ചികിത്സയ്ക്ക് മുമ്പും ശേഷവുമുണ്ടായ വ്യത്യാസം കണ്ടറിയുക. ഞെട്ടാൻ അങ്ങനെയുള്ളൊരു സംഭവങ്ങളല്ലല്ലോ. ഞെട്ടുക എന്നൊക്കെ പറയുന്നത് എന്താണ്? അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ മാനസിക നില വെച്ച് തോന്നുന്നതാണ്. നമ്മളിപ്പോൾ ഒന്ന് കണ്ടാൽ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നവരുണ്ടാകും. അങ്ങനെ ഒരു സാധനം അവിടെ കണ്ടല്ലോ എന്ന നിലക്ക് നോക്കുന്നവരുണ്ടാകും. അങ്ങനെ മാനസിക നിലയിലെ വ്യത്യാസങ്ങൾ ഇതിനകത്തൊക്കെ കാണും. ആ നിലയ്ക്ക് അതിനെ കാട്ടതായിട്ടുള്ളൂ. ശ്രീ കുരുവിള പറയുന്നത് എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി അറിയുമെന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് കാശ് കൊടുത്തു എന്ന് പറയുമ്പോൾ ആരായാലും ഞെട്ടുമല്ലോ. നമ്മളെല്ലാം ഞെട്ടിയതാണല്ലോ നേരത്തെ. ചികിത്സയുടെ ഭാഗമായി രാത്രി ഭക്ഷണമായി എല്ലാവർക്കും മരുന്ന് പൊറോട്ട നൽകി. വാദത്തിനു തകരാതി, പിത്തത്തിനു ത്രിപലാതി, വാദത്തിനു തകരാതി, പിത്തത്തിനു ത്രിപലാതി, അപത്തിനോ പൊട്ടൻ ചുക്കാതി, തല ചുറ്റിക്കറങ്ങിയാൽ അമുക്കിരാതി, അശ്വഗന്ധാതി, നിനക്കു മനസ്സിലായോടി നഹക്കറാതി, എണ്ണയുണ്ട് സഹചരാതി, കുഴമുണ്ട്. മുടി വളരാനുള്ള ഒറ്റമൂലി അന്വേഷിച്ചെത്തിയ പന്ന്യൻ രവീന്ദ്രന് ഇപ്പോഴും പഴയകാല ചികിത്സയിലാണ് പഥ്യം. ഉറക്കക്കട്ടിലിൽ പോലും ഇങ്ങനെ ഒരിക്കലും വരില്ലെന്ന് അറിയാമായിരുന്നിട്ടും ആ നല്ല കാലത്തെക്കുറിച്ചാണ് പന്ന്യൻ പൊറുപുറത്തുകൊണ്ടിരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുതിർന്ന നേതാക്കന്മാരെല്ലാവരും ഈ സമരത്തിൽ പങ്കെടുക്കുക. ഞങ്ങൾ തീരുമാനിച്ചാണ് നമ്മളിവിടെ 24 മണിക്കൂർ ഇരുന്നും കിടന്നും സത്യാഗ്രഹം നടത്തുന്നത്. മഴയും തണുപ്പും എല്ലാ ജനങ്ങൾക്കുള്ളതാണ്. അത് സഹിക്കാൻ എന്തും ത്യജിക്കാൻ തയ്യാറാവുന്ന ലീഡർഷിപ്പ്. ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു ജീവിതങ്ങൾ കുടലൂരിയറിഞ്ഞു. ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു ജീവിതങ്ങൾ കുടലൂരിയറിഞ്ഞു. ചുണ്ടിൽ ഗാഥകൾ കരങ്ങളിലെ പൂച്ചെണ്ടുകൾ പുതിയ പൗരനുണർന്നു. ചുണ്ടിൽ ഗാഥകൾ കരങ്ങളിലെ പൂച്ചെണ്ടുകൾ. ആ ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി കേരളത്തിൽ ഒരുപാട് കാലത്തെ അനുഭവത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അത് ജനങ്ങൾ കാണും. നിങ്ങൾ തലമുറ തോറും കേട്ടാത്ത കൈത്തിരിനാളങ്ങൾ. നേതാക്കന്മാർ പോലും ഇതിന് നിൽക്കുന്നത്, ഈ സമരത്തിൽ നിൽക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്. ഇതൊക്കെ ഒരു സാധാരണഗതിയിൽ വലിയ ത്യാഗമൊന്നുമില്ല. ഇതൊരു മഴയാണ്, കാലാവസ്ഥ വളരെ മോശമാണ്, നേരത്തെ എല്ലാവരും കേട്ടതാണ്. പക്ഷെ അതിനെല്ലാം നേരിട്ടുകൊണ്ട് അതിനെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ സമരം മുന്നോട്ട് പോകും. പതിവില്ലാത്ത ഭക്ഷണക്രമമായതുകൊണ്ടാകും രാത്രി പല കുട്ടികളും വൈദ്യരുടെ അടുത്ത് പരാതിയുമായി എത്തി.
ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും തന്റെ ഞെട്ടൽ വികാരം തിരിച്ചു നൽകിയ വൈദ്യനെ പിണറായി വിജയൻ കുലംകുത്തിയാക്കി. ഒരു കാലത്ത് 3 പൂച്ചകളുടെ രസായനം കഴിച്ച് അരോഗ ദൃഢഗാത്രനായ ഉറ്റ സുഹൃത്ത് അച്ചു ഹസാരയുമായി ചേർന്ന് അദ്ദേഹം ഉമ്മൻ വൈദ്യന്റെ തൊലിക്കട്ടിയെക്കുറിച്ച് തർക്കിച്ചു. ഉമ്മൻ വൈദ്യന് ആസ്ഥാനത്ത് മുളച്ച ആൽമരവും അദ്ദേഹം കണ്ടെത്തി. ഈ ആൽമരത്തിന്റെ തണൽ തനിക്കിഷ്ടമാണെന്ന് വൈദ്യനും തിരിച്ചടിച്ചു. എല്ലാം കണ്ട് ചിരിയടക്കാൻ വൈദ്യാലയത്തിന്റെ പ്രൊപ്പറേറ്റർ പെടാപ്പാട് തന്നെ പെട്ടു. ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ ഒരേ ദിവസം ഒരേ സമയം 2 ബെഞ്ച് ഒരു ഗവൺമെന്റിനെതിരെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടാകും എന്ന് തോന്നുന്നില്ല. കോടതി പറഞ്ഞത് മറ്റിടത്ത് ആല് മുളച്ചാൽ അതും തണലാണെന്ന് വിചാരിക്കുന്ന ചിലർക്ക് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഈ രാജ്യത്ത് അധികാരത്തിലിരുന്ന ഏതൊരാളും കോടതിയുടെ അവസാന നിഗമനം വന്നിട്ടല്ല രാജിവെച്ചിട്ടുള്ളത്. സത്യം ഒരിക്കൽ വിജയിക്കും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസം. ഞാനൊരു ദൈവവിശ്വാസി. ഒരു നിമിഷം പോലും ഇനി കേരള മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ പാടില്ല. ഞാൻ ഇന്ന് അധികാരത്തിൽ നിന്ന് മാറിയാൽ അത് സത്യത്തോട് ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും. കസേരയിൽ വല്ലാതെ അള്ളിപ്പിടിച്ചിരിക്കണമെന്ന അമിതമായ ആഗ്രഹം കൊണ്ട് ഇങ്ങനത്തെ കുറച്ച് വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സത്യം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ഏത് അവമാനം സഹിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഒന്നിച്ചു മുമ്പോട്ട് പോകും. ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. വല്ലാതെ നാറി ഇറങ്ങിപ്പോകുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് പോകുന്നതാണ്. ധാർമ്മികത നമുക്ക് ഒരാളെ പഠിപ്പിക്കാനൊക്കത്തില്ല. ഇനിയും നാറാൻ നിൽക്കണോ? കോടതിയുടെ പരാമർശം അടക്കം വന്നു. പിന്നെയും നാറാൻ വേണ്ടി നിൽക്കേണ്ടതുണ്ടോ? അതാണ് ആലോചിക്കേണ്ടത്. ധാർമ്മികത നമുക്ക് ഒരാളെ പഠിപ്പിക്കാനൊക്കത്തില്ല. ഇന്നത്തെ നിലയിൽ രാജി ആദ്യം വേണം. അതാണ് ഇന്നത്തെ അവസ്ഥ. ധാർമ്മികത അവരവരാണ് വിലയിരുത്തേണ്ടത്. ധാർമ്മികത നമുക്ക് ഒരാളെ പഠിപ്പിക്കാനൊക്കത്തില്ല. സരിതയ്ക്ക് ഫാഷൻ പരേഡ്, സരിതയ്ക്ക് ഫാഷൻ പരേഡ്, ജോപ്പന് സുഖചികിത്സ, വിജു രാധാകൃഷ്ണന് പ്രണയലേഖനം, ശാലുവിന് റിയാലിറ്റി ഷോ എല്ലാം പോലീസ് ചിലവിൽ അരങ്ങേറുകയാണ്. അദ്ദേഹം എന്ത് പറഞ്ഞു അതാ ശരി എന്നങ്ങ് ധരിച്ചാൽ മതി കേട്ടോ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജിയാണ് ആവശ്യം. അത് നടക്കത്തില്ല, ഞാൻ പറഞ്ഞേക്കാം. கரன்சி நோட்டு கட்டு நாயிட்ட காசு குறைக்குது. காசு பணம் தொட்டு மணி மணி, காசு பணம் தொட்டு மணி மணி.